നമുക്കതൊന്നൊരു കുഴപ്പമുള്ള കാര്യമില്ലാന്ന്. പക്ഷെ സാറ് നമ്മളോട് പറഞ്ഞ വാക്ക് അത് സാറ് പാലിക്കണം. എന്താ ശീതള, താൻ എന്തിനാണോ വിഷമിക്കുന്നത്? കളക്ടറുടെ പ്രഖ്യാപനം മറ്റന്നാൾ ഉണ്ടാവും. ഈ ജില്ലയിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് ശീതളൻ ടിപിക്ക് തന്നെ ലഭിക്കും. അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തു കഴിഞ്ഞു. അത് മതി, അത് നമുക്ക് അത്രേ വേണ്ടുള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ നമ്മുടെ ആ ഗ്രൗണ്ടിനപ്പുറത്തുള്ള കുന്നുണ്ടല്ലോ, അത് നാളെ നമ്മുടെ പിള്ളേര് വന്ന് ഇടിച്ചിടും. താൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എന്ത് പ്രശ്നം സാറേ? സാറ് ഇടിച്ച് താഴ്ത്ത് സാറേ. സാറിനൊക്കെ ഇടിച്ച് താഴ്ത്താൻ വേണ്ടിയില്ലേ ഈ കുന്നൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കണേ. പിന്നെ നല്ല വില്ലേജ് ഓഫീസർക്കുള്ള ഒരു അവാർഡൊക്കെ മേടിച്ച് ഞാനിങ്ങനെ ഇരിക്കുമ്പോ അല്ല, നാട്ടുകാരുടെയും പത്രക്കാരുടെ ഒക്കെ മുമ്പിൽ ഇതൊക്കെ അതിനൊരു മറയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ അവാർഡിന് വേണ്ടി ഇത്രയും താല്പര്യം കാണിക്കണേ. ഓക്കെ സാറേ, അപ്പൊ ഓക്കെ. ശരി ശരി ശരി. ജനറേറ്റർ ഒന്ന് ഓഫ് ചെയ്യടാ സാറേ. അതിന് കറണ്ട് പോയില്ലല്ലോ ജനറേറ്റർ. അല്ല, തന്റെ ഈ കൂർക്കവലി ഇത് എന്തുട്ട് ശബ്ദത്? ഞാൻ അതിന്റെ ഇടയിൽ ഇത്രയും ഫയലൊക്കെ നോക്കി കഴിഞ്ഞോ? അല്ല സാറേ, ഈ ഹെഡിനൊരു റെസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട്. അങ്ങനെ അങ്ങനെയും താൻ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കണ്ടല്ലോ. അല്ല, ഓഫീസാണ്, ഉറങ്ങാനുള്ള ഒരു സ്ഥലമൊക്കെ തന്നെയാണ്. എന്നാലും ഇങ്ങനെ ആർക്കെങ്കിലും വന്ന് കണ്ടല്ലേ ഇടയ്ക്കൊക്കെ ഒന്ന് ഉറങ്ങാ, കുറച്ചു നേരമൊക്കെ പണിയെടുക്ക്. എന്തോ താൻ പറഞ്ഞ ഫ്ലെക്സുകാരെന്ത് വരെ വന്നില്ലല്ലോ? സാറേ, നമ്മൾ 11 മണിയുടെ ചായ കുടിച്ച് തീർന്നതിനുള്ളിൽ ആളെത്താന്ന് പറഞ്ഞതാ. അപ്പൊ ചായ വന്നില്ലെങ്കിൽ ആള് വരില്ല. ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം സുഗത. അയ്യോ 100 ആയിസ. വാ സുഗത. ചോദിച്ചു തീർന്നതേ ഉള്ളൂ. കാര്യങ്ങൾ നാളെ ശരിയാക്കി തരാം, മറ്റന്നാൾ ശരിയാക്കി തരാം എന്നുള്ള വാചകടിയൊക്കെ നിർത്തിയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ശരിയാക്കണം. താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോ? ശരിയാക്കിണ്ട് സാർ, അതുകൊണ്ടാ വന്നിരിക്കുന്നത്. സാറേ നോക്ക് സാർ. സാറേ, സാറിന് ഈ കൈകൂപ്പിയുള്ള നിപ്പും മുഖത്ത് ഈ ചിരിയൊക്കെ കണ്ടാലുണ്ടല്ലോ, സാറ് എന്തുകൊണ്ടും സ്ഥലം MLA ആവാൻ യോഗ്യതയുള്ള ഒരാളാണ്. നാട്ടുകാരങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് പറയുന്നൊരു വാക്കാണ് അതൊക്കെ. അല്ല സാറേ, ഈ സർക്കാർ ഓഫീസുകളിലൊക്കെ ഫ്ലക്സ് നിരോധിച്ചിരിക്കല്ലേ, എന്നിട്ട് സാർ ഇത് ചെയ്യണത് ശരിയാണോ? ഞാൻ എവിടുന്നാ പറഞ്ഞേ? ഞാൻ മണ്ടന. എടാ, താൻ ആ ഫ്ലക്സ് ഒന്ന് ശരിക്കും നിർത്തി പിടിച്ചേ. ഒന്ന് നിർത്തി. അതിന്റെ ആ താഴെ ഏറ്റവും താഴെ എഴുതിയിട്ടുള്ളത് എന്തുട്ടാ? ക്ലബ്ബ്. അതിന്റെ ഇപ്പുറത്ത് അഭിവാദ്യങ്ങൾ യങ് ഫൈറ്റേഴ്സ് ക്ലബ്. ക്ലബ്ബാണ് അടിച്ചിട്ടുള്ളത്. എടോ, 100-500 രൂപ ചെലവാക്കി നമ്മളൊരു ഫ്ലക്സ് അടിക്കുമ്പോ അതിന്റെ ഇടയിൽ ആശംസ പറയാൻ ആരെങ്കിലും വേണ്ടേ? അപ്പൊ അങ്ങനെ ക്ലബ്ബില്ല. അപ്പൊ ഇല്ലാത്ത ക്ലബ്ബൊക്കെ ഉണ്ടാവും. MP ഫണ്ടെന്ന്, MLA ഫണ്ടെന്നൊക്കെ ഓരോ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ മറ്റേ കെട്ടിടങ്ങളൊക്കെ പണിത് കഴിയുമ്പോ ഇവരെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഫ്ലക്സ് അടിക്കുന്നത് ആരാ? ഏതെങ്കിലും ക്ലബ്ബായിരിക്കും. ക്ലബ്ബായിരിക്കില്ല, അവരെന്നെ. എന്തിനിവിടെ SLCക്ക് A+ കിട്ടിയിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ വരെ ഫ്ലക്സ് അടിക്കണോ? ഇപ്പൊ അതിന്റെ ഇടയിൽ ഈ ഒരു ഫ്ലക്സ് അപ്പൊ എത്ര വലിയ പ്രശ്നം? അതല്ല കൊണ്ടിട്ട് അത് അല്ല, വേറെ കാര്യമുണ്ട്. ഇപ്പൊ തൂക്കാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ സംഗതി ശരിയായിട്ടില്ലല്ലോ. അവാർഡ് പ്രഖ്യാപിക്കാൻ പോണേള്ളൂ. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയതിന്റെ പുറത്താണ് ഇപ്പൊ അടുപ്പിച്ചിട്ടുള്ളത്. അത് 2 ദിവസം കഴിയും. 2 ദിവസം തന്നെയാണ്. ഇപ്പൊ എന്താ വെച്ചാൽ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് മുമ്പ് തന്നെ റീത്ത് മേടിച്ചു വെക്കണ മാതിരിയുള്ള ഒരു പരിപാടിയാണ്. പൈസ കിട്ടിയില്ല. നമ്മളവിടെ ഓഫീസില് കിട്ടിയ പോരെ? വളരെ സന്തോഷം. ഓ ആയിക്കോട്ടെ, സന്തോഷം. നന്നായിട്ടാ സാർ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ? ഞാൻ കിടന്നെ വരാം. ആയിക്കോട്ടെ നന്നായിട്ടുണ്ട്, സംഭവം നന്നായിട്ടുണ്ട്. തഞ്ഞി ഉറങ്ങണ്ടോ? ആ ഫയലൊക്കെ നോക്കി പണിയുണ്ട്. ഇതാരാ ഇപ്പൊ വിളിക്കാൻ? ഹലോ, എത്തിയോ? താഴെ നിൽക്കണ്ട, വില്ലേജ് ഓഫീസറുടെ റൂം ഏതാന്ന് ചോദിച്ചിട്ട് കയറി പോരൂ. പോന്നു. ഓക്കെ സാറേ, നമ്മൾ അറേഞ്ച് ചെയ്ത ചാനലുകാർ വന്നിട്ടുണ്ട് ഇന്റർവ്യൂ ചെയ്യാനായിട്ട്. വരാൻ പറ. അവൻ എപ്പോ വരും? ഞാൻ അറേഞ്ചിങ് ഒന്നും ചെയ്യുന്നില്ലെന്നല്ലേ സാറ് പറയുന്നത്. നമസ്കാരം. നമസ്കാരം. അറിയാലോ, പിന്നെ നമ്മള് ദിവസം കാണുന്ന ആൾക്കാരല്ലേ. ഹരിദാസ്. മറ്റേ ബംഗാളിലെ പുലി. ബംഗാളിലെ പുലിയാന്ന്. ഞങ്ങളുടെ ചാനലില് 2 വർഷമായിട്ട് എല്ലാ ജോലികളും ചെയ്യണ ഇയാളാണ്. എന്താ പിന്നെ കാര്യങ്ങളപ്പോ എങ്ങനെയാ? എടുക്ക. നിങ്ങളും സാറിനെ എടുക്കുന്നില്ല? ആദ്യം ഇൻട്രോ എടുക്ക.
ക്യാമറ സ്റ്റാർട്ട് കരോ തിരിച്ച് സ്റ്റാർട്ട് കരോ കരോ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് പ്രഖ്യാപിച്ചു. പേര് പോലെ തന്നെ ശീതള സ്വഭാവക്കാരനായ കണ്ണാടി വില്ലേജ് ഓഫീസർ ശീതളൻ സാറിനാണ് ഈ അവാർഡ്. ക്യാമറ ഇനി നമുക്ക് ആ ഫ്ലെക്സ് ഉണ്ടെങ്കിലേ ഫ്ലെക്സ് ഒന്ന് എടുക്കാം. ഫ്ലെക്സ് നമുക്ക് പുറത്തെവിടെയെങ്കിലും ഒട്ടിച്ചിട്ട് എടുത്താ പോരെ? അപ്പൊ സാറേ പിന്നെ സാറിന് അവാർഡ് കിട്ടിയതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന രണ്ടാൾക്കാര് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അവരുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്നാ ഇപ്പൊ തന്നെ എടുക്കാം. അല്ല അത് ഈ വില്ലേജിലത്തെ വേണോ? ആ പിന്നെ ഈ വില്ലേജ് ഓഫീസർ അല്ലേ സാറ്? അപ്പൊ രണ്ടുപേര് സാറേ ഞാൻ ഈ വില്ലേജിലുള്ള എല്ലാവരുടെ ചോദിച്ചു, സാറിനെ അറിയാന്നുള്ള ആരും കിട്ടില്ല. അതെന്താ? അസൂയ. അത് കുഴപ്പമില്ല, അത് ഇയാൾ ചെയ്തോളൂ. എല്ലാം ചെയ്യൂല്ലേ? എല്ലാം ചെയ്യും. മലയാളം അറിയാം. ചെയ്തല്ലോ സാറേ. അപ്പൊ പഞ്ചവാദ്യമൊക്കെ? അയ്യോ പഞ്ചവാദ്യം മട്ടന്നൂരിന്റെ തന്നെ വേണമെന്നാ സാറിന്. അപ്പൊ നമുക്ക് അത് സ്പെഷ്യൽ ആയിട്ട് ഷൂട്ട് ചെയ്യണം. അല്ല അത് നമുക്ക് ഇതാണ് കാസറ്റാണ്. കാസറ്റിലുള്ളൂ. നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം. ക്യാമറ സ്റ്റാർട്ട് കരോ. ഒരു നിമിഷം. ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരത്തിന്റെ നെറുകയിലാണ് താങ്കൾ ഇപ്പോൾ. എന്ത് തോന്നുന്നു? എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് തരുന്നത് എനിക്കറിയില്ല. ഊണുറക്കൊഴിച്ച് എന്റെ ജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിനാണോ? എനിക്കറിയില്ല. ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് ഇവിടെ ഇപ്പൊ ഒരു ഇത് നടക്കണ കാണല്ലേ? എടോ സാറിന് മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് 2 ദിവസം കഴിയുമ്പോ കിട്ടും. അത് ഇന്റർവ്യൂ ചെയ്യാൻ ചാനലുകാർ വന്നിരിക്കണം. ഇയാൾക്ക് കണ്ടുകൂടാ? അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല അന്നേരം. സർട്ടിഫിക്കറ്റ് ഈ സമയത്ത് തന്നെ വേണോ എനിക്ക്? പിന്നെ അതുകൊണ്ടല്ലേ ഈ സമയത്ത് വന്നേ. ഇത് ഇപ്പൊ കൊണ്ടുപോകാം. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ആയോട്ടാ. 2 ദിവസം കഴിഞ്ഞല്ലേ സാറേ ഇത് അവാർഡ് കിട്ടുന്നത്? അതിന് മുമ്പ് ഈ സർട്ടിഫിക്കറ്റിങ് ആരാമല്ലോ. സാർ ഒരു താളത്തിൽ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. ശരിയാക്കിക്കൊണ്ടിരിക്കുക. അത് കൊണ്ടുപോകാം. അത് ശരിയാക്കിട്ടെന്നാ പിന്നെ അത് എടുക്കും. ഇതിപ്പോ പെട്ടെന്ന് ശരി മനസ്സിലാവില്ല. ചങ്ങ് കൊണ്ടുപോകണം. 2 ദിവസം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞില്ലേ? ഇനി വെറുതെ വർത്താനം പറയാൻ കൊണ്ടുപോകുന്നത്. എഴുതാൻ അറിയാൻ കഴിഞ്ഞിട്ട് 50 രൂപ കൊടുത്ത് വെളിയിൽ നിന്ന് എഴുതിപ്പിച്ച ഇത് കൊണ്ടുപോയത്. വർത്താനം പറഞ്ഞു നിൽക്കുക. തനിക്ക് കാശ് കൂടുതൽ തരാൻ പൊയ്ക്കോ. അല്ല ഇത് എന്തിനാ അവാർഡ്? എന്തിന്റെ അവാർഡ് ആയിക്കോട്ടെ. ചാനലിൽ വരുമ്പോ കണ്ടാ മതി ഇയാള്. മറിമായം